ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രോമോ അപ്ഡേറ്റിലേക്ക് പോവാം. ഇപ്പോൾ ഒരു പ്രോമോ വന്നിരുന്നു. ജിസേൽ ആര്യൻ ആ ഒരു ഇഷ്യൂ തന്നെയാണ് സംസാരിക്കുന്നത്. അതിനെപ്പറ്റിയാണ് ലാലേട്ടൻ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ജിസേലിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പൊസസീവ്നെസ് ആണോ എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ജിസേൽ ലക്ഷ്മിയുമായിട്ട് ആര്യൻ കൂട്ടുകൂടുന്ന ആ ഒരു സംഭവത്തെ പറ്റി പറയുന്നുണ്ട്. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിസേൽ ഈ കഴിഞ്ഞ ദിവസം അനീഷിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു കാര്യമാണ്. അത് നമ്മളെ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അപ്പൊ അനീഷിന്റെ അടുത്ത് ഇതാണ് പറഞ്ഞത്, ലക്ഷ്മി അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ആര്യന് ഉറക്കം വരുന്നു എന്നോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ആര്യൻ പറയാറില്ല. ഞാൻ പോയി ഇരിക്കുമ്പോൾ മാത്രമേ ആര്യന് ഉറക്കം വരുന്നു എന്നൊക്കെ പറയാറുള്ളൂ. ആ രീതിയിലുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതൊരു ഇൻസിഡന്റ് നടന്നതാണ്. അതിന്റെ പേരിലാണ്, അതിന്റെ വെളിച്ചത്തിലാണ് ജിസേലിനോട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത്. ജിസേൽ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ലക്ഷ്മി അതിനകത്തൊരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആര്യം പറയുന്നു, ആര്യന്റെ ശൈലി നമുക്കറിയാമല്ലോ, അവളുടെ ആ കണകുണ രീതിയിലുള്ള വർത്താനം എനിക്ക് ഇഷ്ടമില്ല, ഇറിറ്റേഷൻ ആണ്, ചെവി വേദന എടുക്കുന്നുള്ള രീതിയിലൊക്കെ ആര്യൻ പറയുന്നുണ്ട്. അപ്പൊ ജിസേൽ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്. നെവിനും അക്ബറും ഒക്കെ എണീറ്റ് നിന്നിട്ട് ആര്യനെ മിക്കവാറും വഴക്കുണ്ടാക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ ലാലേട്ട എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു വമ്പൻ ഒരു വഴക്കാവുമോ എന്നൊന്നും അറിയില്ല ഇന്നത്തെ എപ്പിസോഡിനകത്ത്. എന്തായാലും ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കിട്ടിട്ടാണ് ജിസേൽ ഹൗസിൽ നിന്ന് പുറത്താവുന്നത് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ആര്യനുമായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു വഴക്കിട്ടിട്ടായിരിക്കും ജിസേൽ പുറത്തേക്ക് പോകുന്നത്. കാരണം ഈ രീതിയിൽ ലക്ഷ്മിയുടെ അടുത്ത് നീ ലക്ഷ്മിയുടെ കൂടെ ഇരുന്നോന്നോ അങ്ങനെ എന്തോ ഒരു കാര്യം ജിസേൽ ഈ ഒരു പ്രോമോയ്ക്ക് അത് പറയുന്നുണ്ട്. അപ്പൊ ഇത് ആണ് ഈ ഒരു പ്രോമോ. ഇന്ന് കുറെ സംഭവങ്ങൾ നടക്കും. വളരെ നിർണായകമായ ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ്. എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോമോ ഒക്കെ വന്നിരുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.